വക്കീൽ അബ്ദുള്ളയെയും ഈ പറയുന്ന ഷാഫി പറമ്പലിനെയും തൃപ്തിപ്പെടുത്താനാണ് ഈ പണി നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഈ കാപ്പർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് അതൊരു വേള വായിച്ചു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അവർ LDFന് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം ഈ വടകര ലോക്സഭാ മണ്ഡലമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് തേടുന്ന സ്ഥിതി ഉണ്ടായത്. ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളിൽ അത് പുറത്തേക്ക് വന്നു. ഇവിടെ മുൻകാലങ്ങളിലെല്ലാം നമുക്കറിയാം UDFും LDFും തമ്മിൽ തന്നെയായിരുന്നു പലപ്പോഴും ശക്തമായ മത്സരം നടന്നിരുന്നത്. രാഷ്ട്രീയ പ്രബുദ്ധത എന്നത് കേട്ടുകേൾവിയുള്ള ഒരു വലിയ പ്രദേശമാണ് വടകര. ഇവിടെ മുമ്പും പല കോൺഗ്രസ്സുകാരും പലതരത്തിൽ വിജയിച്ചിട്ടുണ്ട്, LDFിൻ്റെ നേതാക്കന്മാർ വിജയിച്ചിട്ടുണ്ട്, അങ്ങനെയെല്ലാമുള്ള മണ്ഡലമാണിത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേകതകൾ, വ്യത്യസ്തതകൾ ഈ വടകരക്കകത്ത് വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് നിന്നുള്ള MLA ഒക്കെ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ ആ സമയത്ത് തന്നെ ഈ വടകരയിലെ പൊതുസമൂഹത്തോട് പറഞ്ഞതാണ്, ഷാഫി പറമ്പിൽ രാഷ്ട്രീയ സംവിധാനങ്ങളെയല്ല പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പിലും ആയുധമാക്കാറ്. വർഗീയത വിസർജിച്ച് അതിനകത്ത് നിന്ന് എന്തെങ്കിലും മെച്ചം കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് ഞങ്ങൾ മുമ്പേ സൂചിപ്പിച്ചതാണ്. അതിനനുസരിച്ചായിരുന്നു പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. ശൈല ടീച്ചർ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നു. എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ശൈല ടീച്ചർക്കെതിരെ ഇവരെല്ലാം പറഞ്ഞിരുന്നത്. നേരത്തെ ഇവിടെ അധ്യക്ഷ ഭാഷണം നടത്തുമ്പോൾ സഖാവ് സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഒരു പത്രസമ്മേളനം കാണാനിടയായി. ഷാഫി പറമ്പിലിന്റെ പത്രസമ്മേളനം എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുക എന്നതിന്റെ ഗവേഷണമെടുത്ത രീതിയുടെ പ്രയോഗമായിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന്റെ പത്രസമ്മേളനം. എന്തൊരു വിനയമാണ്, എന്തൊരു ലാളിത്യത്തോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നോക്കുന്നത്. പച്ച നുണകളും കളവുകളും പൊതുജന സമക്ഷത്തിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതിൽ വലിയ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് നമ്മുടെ ഇവിടുത്തെ MP. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് UDFിന്റെ ചില ആളുകളെല്ലാം ശിക്ഷിക്കപ്പെട്ടു. ആ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും പ്രതികരണം നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, തലശ്ശേരിയിലെ കോടതി അസ്ലമി എന്ന് പറയുന്ന ഒരാളെ ശിക്ഷിച്ചു. അയാൾ മാഹിയിലെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. നിരവധിയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വടകരയിൽ നേതൃത്വം കൊടുത്തു. അവസാനം അതൊന്നും മതിയാവില്ല എന്ന് തോന്നിയപ്പോൾ അസ്ലമിയും കൂട്ടരും തീരുമാനിച്ചു ശൈല ടീച്ചറെ അപകീർത്തിപ്പെടുത്തണം. അതിന്റെ ഭാഗമായാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. ശൈല ടീച്ചർ പ്രസംഗിക്കാത്ത കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. അവസാനം കേസ് വന്നു, അവസാനം ശിക്ഷിക്കപ്പെട്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ഈ നാട്യങ്ങളെല്ലാം പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരവസരത്തിലെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയുണ്ടെങ്കിൽ അവരെയെല്ലാം തിരുത്താൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തും എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞു. ഈ വിഷയം മാത്രമാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അവരുടെ ലെറ്റർ പേഡ് തന്നെ ആയുധമാക്കി. വായുവിനകത്ത് പറക്കുകയാണ്, ഇങ്ങനെ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെയ്തതല്ലേ? ഈ വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ ന്യൂനപക്ഷ വീടുകളിലെല്ലാം ക്യാമ്പയിൻ നടത്തിയത് എങ്ങനെയാ? വീട് വീടാന്തരം ക്യാമ്പയിൻ നടത്തി എന്തൊക്കെയാ അവർ പ്രചരിപ്പിച്ചിരുന്നത്? കുറെ ആളുകളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരെയും ഞങ്ങൾ പറയില്ല. അങ്ങനെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് പേര് കേട്ടിരുന്ന വടകര ലോക്സഭാ മണ്ഡലം അങ്ങനെ വർഗീയതയുടെ ഇടമായി മാറുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ്, അതിനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിന് ഏറ്റവും ഒടുവിലാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് ഇവിടെ ഇപ്പോൾ പ്രതിപാദിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ LDFിന്റെ നേതാവായിരുന്ന C ഭാസ്കരൻ മാസ്റ്ററാണ് വടകര പോലീസിനകത്ത് പരാതി കൊടുത്തത്. അതിന്റെ ആദ്യ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്ത് പ്രതിയാവും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് വന്നപ്പോഴാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരാൾ പോയിട്ട് മറ്റൊരു പരാതി കൊടുത്തു. ഇത് ഇപ്പോൾ LDF ഗവൺമെന്റാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ബയാസ്ഡായ അന്വേഷണം പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുത്തു. അതിന്റെ മുകളിൽ ഒരു കേസെടുത്തു. അങ്ങനെ 2 ക്രൈമുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തു. അതിന്റെ അന്വേഷണം കേരളത്തിനകത്ത് പുരോഗമിക്കപ്പെട്ട് വരികയായിരുന്നു.
കേരളത്തിനകത്ത് ഈ വടകരക്കകത്ത് നിരവധി പേരെ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തിട്ടുണ്ട്. തെളിവ് സമാഹരണത്തിന്റെ ഭാഗമായി ഒരുപാട് പേരെ ചോദ്യം ചെയ്യേണ്ടി വരും. അതിന്റെ ഭാഗമായി എല്ലാം കുറെ പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്താ? അവസാനം മാധ്യമങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെ നേതാവായ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ പ്രതിയെ പോലെ അവതരിപ്പിക്കുന്ന നിലയും കാര്യങ്ങളും ഉണ്ടായി. അതെല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി. നമുക്കറിയാം, ഇത് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ മാത്രമേ ഈ കേസ് തെളിയിക്കാൻ പറ്റൂ. ആർക്കും അറിയുന്നതാണ്. കാരണം മൊബൈലിൽ നിന്ന് മൊബൈലിലേക്ക് പറന്നു കിടക്കുന്ന ഒരു സംവിധാനമാണിത്. വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ ഒരാളോട് പറഞ്ഞ് മൗത്ത് ടു മൗത്ത് അല്ല ഈ കേസിനാസ്പദമായ സംഭവം. ഇത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സ്വാഭാവികമായും അതിന്റെ തെളിവെന്ന് പറയുന്നത് ശാസ്ത്രീയമായ പരിശോധനയാണ്. ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്നുള്ള നിലയിൽ ഏറ്റവും ആദ്യം തന്നെ എടുത്ത നിലപാട് ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പരാതി ഞങ്ങൾ മൂവ് ചെയ്തത്. അതിന്റെ ഭാഗമായാണ് പോലീസ് ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം വിളിക്കുമ്പോൾ നിങ്ങളെല്ലാം പോയി കൊടുക്കാൻ ആവശ്യമായ മൊഴി കൊടുക്കൂ, കൃത്യതയോടെ കാര്യങ്ങൾ പറയൂ എന്നെല്ലാം പറഞ്ഞത്. ഫോൺ ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം ഫോണുകൾ സബ്മിറ്റ് ചെയ്തു. എവിടെയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടിയത്? റിബേഷ് മാസ്റ്ററുടെ ഫോൺ വാങ്ങി പരിശോധന നടത്തി, കുറെ പേരുടെ ഫോണുകൾ വാങ്ങി വെച്ചു, എല്ലാം നടത്തി. അവസാനം ഹൈക്കോടതിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട റിട്ട് പെറ്റീഷൻ വന്ന സമയത്തെല്ലാം ഹൈക്കോടതി ഉൾപ്പെടെ ഇത് പരിശോധിച്ചുകൊണ്ട് തൃപ്തി രേഖപ്പെടുത്തിയ കേസാണിത് അന്വേഷണത്തിന്റെ ഭാഗമായി. പിന്നീടാണ് കേരളത്തിനകത്ത് UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നത്. UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള യാതൊരു ബോധവും അവർക്കില്ല. വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിരവധിയായ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പിണറായി വിജയന്റെ ഗൺമാനുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം, ഏതോ SIT ഒക്കെ വിട്ട് പേടിപ്പിക്കാൻ കുറെ ആളുകൾ, അങ്ങനെ കുറെ പേര് അതുമായി ബന്ധപ്പെട്ട് പോയി. അവസാനം ഇപ്പൊ കോടതിയിൽ വന്ന സമയത്ത് ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ട്. നിങ്ങൾ എഴുതിയോ ആരെങ്കിലും? ഗൺമാനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പൊലിപ്പും തെങ്ങലും വെച്ച് UDFകാർ പറയുന്നതെല്ലാം മാധ്യമ പ്രവർത്തകർ എഴുതി. അവസാനം ഹൈക്കോടതി പറഞ്ഞില്ലേ മുൻകൂർ ജാമ്യം കൊടുക്കണം, ഈ കേസ് എന്താന്ന് ചോദിച്ചില്ലേ? അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടല്ലേ അവരിതിന്റെ ഭാഗമായി ഇടപെട്ടത്? ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ, ഇതാ UDF ഗവൺമെന്റ് വന്നിരിക്കുന്നു എന്ന് കാണിക്കാൻ തെറ്റായ രീതി അവലംബിക്കുകയല്ലേ. അതിനുശേഷമാണ് വടകരയിലെ കാപ്പർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം. ശരി, SITയുടെ അന്വേഷണം നടക്കട്ടെ. എന്തൊരു ധൃതിയാണ്! ഒരു മാസമായിട്ടേ ഉള്ളൂ. SITയുടെ ഏമാന്മാർക്ക് UDFന്റെ നേതാക്കന്മാരെയും ഷാഫി പറമ്പിലിനെയും പാറക്കൽ അബ്ദുള്ളയൊക്കെ അങ്ങ് തൃപ്തിപ്പെടുത്താൻ അങ്ങ് ഓട്ട മത്സരമാണ്, വെമ്പൽ കൊള്ളുകയാണ്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഡിവൈഎഫ്ഐക്കാർക്ക് മുഴുവൻ നോട്ടീസ്, ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എല്ലാവരും ഹാജരാവണം. അതുപോലെ രക്തസാക്ഷിയായ ഷിബിന്റെ പിതാവിനെ ഉൾപ്പെടെ ഇവിടെ വരുത്തിച്ചു. അങ്ങനെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യൽ മഹാമഹം. എങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്യൽ? എങ്ങനെയാ അവരുടെ രീതി? ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ SITയും വടകര പോലീസും ചോദ്യം ചെയ്യുന്നവരുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തില്ലേ? ഇവിടെ മാധ്യമങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ചോർത്തി കൊടുക്കേണ്ട കാര്യം? എന്തിനാണെന്നറിയാം? ഞങ്ങൾക്കറിയാം, ഈ വിളിപ്പിക്കുന്ന ആളുകളെയെല്ലാം പൊതുസമൂഹത്തിനിടയിൽ മാന്യതയില്ലാത്തവരാണ്, തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമായല്ലേ ഈ വടകര പോലീസ് സ്റ്റേഷനിലകത്തെ UDFന്റെ അച്ചാരം വാങ്ങി അതെല്ലാം തിന്നു നടക്കുന്ന പോലീസുകാർ അതിന്റെ ഭാഗമായി മാധ്യമങ്ങൾ കൊടുത്തത്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം. അങ്ങനെ കുറെ മാധ്യമങ്ങൾക്ക് കുറെ പേരുകൾ അങ്ങോട്ട് കൊടുത്തു. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർമാർ, മേഖലാ കമ്മിറ്റി മെമ്പർമാർ, ഇവിടെ എന്തോ ഒരു വടകര സ്ക്വാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രൂപ്പിൽ എല്ലാവരെയും വിളിപ്പിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകർ ഞങ്ങളോട് ചോദിച്ചു, ഈ വടകര സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തീവ്രവാദ സ്വഭാവം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകരമായ ഒരു സംവിധാനമാണോ? അങ്ങനെയല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്? വടകര സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മറച്ചു വെക്കാനില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരെല്ലാം ഉൾപ്പെട്ട ഒരു താൽക്കാലിക ഗ്രൂപ്പാണത്. എന്താ ഇപ്പം പ്രശ്നം പറയുന്നതിൽ? അങ്ങനെ ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണം. ആ ഗ്രൂപ്പിലുള്ളവരെ അയച്ചവരെ എല്ലാവരും ചോദ്യം ചെയ്തോ? ഞങ്ങൾ തടസ്സം തന്നില്ലല്ലോ. ഈ SIT വന്ന സമയത്തും ഡിവൈഎഫ്ഐ ആദ്യമേ പ്രതികരിച്ചു, നിങ്ങൾ കൃത്യമായ അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ എല്ലാ പിന്തുണയും സഹായവും ഡിവൈഎഫ്ഐ നൽകും. കാരണം ഈ കേസ് തെളിയിക്കേണ്ടതിന്റെ ഏറ്റവും വലിയ താല്പര്യം ഡിവൈഎഫ്ഐക്കാണ്. കാരണം എന്താ? ഈ കേസിനകത്ത് പ്രതിയായി മാധ്യമങ്ങളും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ചാപ്പ കുത്തുകയാണ് ഡിവൈഎഫ്ഐന്റെ മുകളിൽ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കേസ് തെളിയിക്കണമെന്ന് വാശിയുള്ളത്. ഞങ്ങൾ എല്ലാ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചില്ലേ? പോലീസുകാർ വിളിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും അവധി കൊടുക്കാതെ നിങ്ങളെടുത്ത് വന്നില്ലേ? കാര്യങ്ങൾ സംസാരിച്ചില്ലേ? പക്ഷെ എങ്ങനെയാ നിങ്ങൾ കേസ് കൊണ്ടുപോകുന്നത്? ഇപ്പൊ ഏറ്റവും അവസാനം
റിബേഷ് മാഷയെല്ലാം ചിത്രീകരിച്ച് എന്തോ ഭീകര ജീവിയാക്കി നിങ്ങൾ മാറ്റിയില്ലേ? ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റാണ്, അധ്യാപകനാണ്, ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, ഈ വടകര ടൗണിനകത്ത് നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. അയാളെ എല്ലാം കൂടി ഭീകരനാക്കി ചിത്രീകരിച്ച് കേരള സംസ്ഥാനത്തും മലയാളികളുള്ളിടത്തും എല്ലാം ഇതാ റിബേഷ് മാഷ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര ജീവിയെ നിങ്ങൾ ചിത്രീകരിച്ചില്ലേ? മുസ്ലിം യൂത്ത് ലീഗുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, നിങ്ങൾ മാർച്ച് നടത്തിയില്ലേ സ്കൂളിലേക്ക്? നാണുണ്ടോ നിങ്ങൾക്ക്? തള്ളി പറയോ നിങ്ങൾ? ഇപ്പൊ റിബേഷ് രാമകൃഷ്ണൻ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ? അങ്ങനെ മാർച്ച് നടത്തി എന്തെല്ലാം ഗോഗോ വിളികൾ നിങ്ങൾ നടത്തി. അവിടെയുള്ള കുട്ടികൾ കേട്ടാൽ അറയ്ക്കാത്ത വാക്കുകളാൽ മുദ്രാവാക്യം വിളിച്ചു റിബേഷ് മാഷ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? നിങ്ങൾ മാപ്പ് പറയോ? തള്ളി പറയോ? ഇപ്പൊ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ റിബേഷ് മാഷ്? റിബേഷ് മാഷ് ഫോണ് വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. മറയ്ക്കാനില്ലാത്തവര് പിന്നെ എന്തോ ഫോണും കാര്യം വന്നിക്ക് കൊടുത്തു, പോയി അന്വേഷിച്ചു. ഇപ്പോൾ എന്താ പുതിയ ആളിലേക്ക് എത്തിയിരിക്കുക, ജിതിൻ ഭാസ്കറിലേക്ക് എത്തിയെന്നാണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. SITക്കും അറിയാം ഇതൊക്കെ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. ജിതിൻ ഭാസ്കർ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി മെമ്പറുമായിരുന്നു, തിരുവള്ളൂർ മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവാണ്. ആ സഖാവ് വടകരക്കകത്ത് ഷാപ്പിപ്പറമ്പിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പെണ്ണുപിടിയുമായി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകമാനം പ്രതിഷേധം വന്ന സമയത്ത് അതിനെല്ലാം കുടപിടിച്ച വ്യക്തിത്വമാണ് ഷാപ്പിപ്പറമ്പിൽ എന്ന് പറയുന്ന ആള്. വലിയ ന്യായീകരണം നടത്തിയില്ലേ മൈക്ക് കെട്ടി? മറ്റുള്ളിടത്തെല്ലാം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്തു ചെയ്യുന്നു അതെല്ലാം ഷാപ്പിപ്പറമ്പിന്റെ അറിവോടെയാണ്. ഇവരായിരുന്നു ഇവിടത്തെ മൂർത്തികളായി നിന്നിരുന്നത്, ഒറ്റക്കെട്ടായിരുന്നില്ലേ? അങ്ങനെ കേരളത്തിലാകമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം വന്നപ്പോൾ അതിനെതിരായി പ്രതികരിച്ച ആളാണ് ഷാപ്പിപ്പറമ്പിൽ. അതിനുശേഷമാണ് ആദ്യമായി വടകരയിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രതികരിച്ചു. ഡിവൈഎഫ്ഐ പ്രതികരിച്ചപ്പോ ജിതിൻ ഭാസ്കർ ഒക്കെയാണ് മുമ്പിലുള്ളത്. നിങ്ങൾ ആ ഫോട്ടോ ഒക്കെ കണ്ടില്ലേ? ഇപ്പോ പല കോൺഗ്രസിന്റെ ഹാൻഡിലുകളെല്ലാം പ്രചരിപ്പിക്കുകയാണ് ജിതിൻ ഭാസ്കർ ഇങ്ങനെ കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നൊക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള കള്ളക്കേസ് എന്ന് പകൽ പോലെ ഞങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തെറ്റായ ദിശയിലേക്ക് പോകുന്ന സമയത്ത് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ കോഴിക്കോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഈ അന്വേഷണം തെറ്റായ രീതിയിലാണ് നടക്കുന്നത്. ഇപ്പൊ അവസാനം വെളുപ്പിച്ചു, കേസ് രജിസ്റ്റർ ചെയ്തു. കേസിലിട്ട വകുപ്പെന്താ? ഇന്നലെ ഇവിടെ SP ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട SP പത്രക്കാരോട് പറഞ്ഞത് ഈ വടകരയിലും കേരള സമൂഹം ആകെ കണ്ടതല്ലേ? എന്നിട്ടും UDF ഹാൻഡിലുകളും ചില ദൃശ്യ മാധ്യമങ്ങളും അതിൽ നിന്ന് മാറിയോ? നിങ്ങൾ ജിതിൻ ഭാസ്കർ ഈ പറയുന്ന കാപ്പർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളാണെന്നുള്ള ധാരണയിലല്ലേ പത്രവാർത്തകൾ കൊടുക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ കൊടുക്കുന്നത് അങ്ങനെയല്ലേ? ലൈവായി കാര്യങ്ങൾ കൊടുക്കുകയാണ്. ജിതിൻ ഭാസ്കറിനെ കുറച്ച് പോലീസുകാർ കൊണ്ടുവരുന്നു, കുറെ പോലീസ് വണ്ടികൾ പോകുന്നു, ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പത്രസമ്മേളനം ഷാപ്പിപ്പറമ്പിലിന്റെ DCC പ്രസിഡന്റിന്റെ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗുകാരന്റെ എങ്ങനെയെല്ലാം അവിടെ എവിടെയും പ്രകടനങ്ങൾ. ഈ പറയുന്ന ജിതിൻ ഭാസ്കറാണ് കാപ്പർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് എവിടെയെങ്കിലും ഒരു വരി ഈ പറയുന്ന ചെന്നിത്തലയുടെ പോലീസ്, സതീശന്റെ പോലീസ് എഴുതി വെച്ചിട്ടുണ്ടോ? മാധ്യമങ്ങൾ വസ്തുതകൾ പറയണ്ടേ? വളരെ പച്ചയായി ഇവിടെ SP പറഞ്ഞല്ലോ, പ്രചരിപ്പിച്ചതിനാണ് കേസ്. അതെ, പ്രചരിപ്പിച്ചതിനാണ് കേസ് അല്ലെ? പ്രചരിപ്പിച്ചത് ആരൊക്കെയാ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ ബയാസ്ഡായ അന്വേഷണമാണ്. വളരെ കൃത്യതയോടെ രാഷ്ട്രീയ ലാക്കോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രചരിപ്പിച്ചതിന്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രതിയാക്കേണ്ടത് UDFന്റെ നേതാക്കന്മാരെയല്ലേ, പ്രവർത്തകരെയല്ലേ? ഈ കാപ്പർ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് അതൊരു വേള വായിച്ചു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അവർ LDFന് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ അത് തന്നെയാണ് അന്നും ചോദിക്കുന്നത്, ഇന്നും ചോദിക്കുന്നത്. ഈ പറയുന്ന കാപ്പർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അത് വായിച്ചു നോക്കിയാൽ LDFന് ആരാണ് വോട്ട് ചെയ്യുക ആ ബോധ്യം ഞങ്ങൾക്കില്ലേ? ഇതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് UDF ആണ്. UDFന് ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യം LDFന്റെ പ്രവർത്തകരോ DYFന്റെ പ്രവർത്തകരോ ചെയ്യേണ്ടതില്ല. അതിലെഴുതിയ വാചകം വായിച്ചു നോക്കിയാൽ മതി. എന്നാ ഷാപ്പി പ്രതികരിച്ചത്? ഇന്ന് ചാടി വന്ന് പ്രതികരിച്ചല്ലോ, പത്രക്കാരെയൊക്കെ വിളിച്ച് നല്ല ഉഷാറായി പ്രതികരിച്ചല്ലോ ഷാപ്പിപ്പറമ്പിൽ. നിങ്ങൾ ഈ കാപ്പർ സ്ക്രീൻഷോട്ട് വന്നതിന് ശേഷമുള്ള പ്രതികരണം എന്നാ നിങ്ങൾ നടത്തിയത്? തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്നാണ് ഈ വിഷയം പൊന്തി വന്നത്. അന്ന് നിങ്ങൾ പ്രതികരിച്ചോ? തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾ പ്രതികരിച്ചോ? തെരഞ്ഞെടുപ്പിലെ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഷാപ്പിപ്പറമ്പിൽ എന്ന് പറയുന്ന മഹാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. അപ്പോ ഉണ്ടാക്കിയവർ, ഗുണഭോക്താക്കൾ, നേട്ടമനുഭവിച്ചവർ ഇപ്പൊ അവരില്ല. ഇപ്പൊ ഉണ്ടാക്കിയത് DYFIക്കാർ. അങ്ങനെയാണല്ലോ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ SITയോടും
അതുപോലെ വടകരയിലെ പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തെറ്റായ രീതിയിൽ അന്വേഷണം നടത്തി ഈ പറയുന്ന പാറക്കൽ അബ്ദുള്ളയെയും ഈ പറയുന്ന ഷാഫി പറമ്പലിനെയും തൃപ്തിപ്പെടുത്താനാണ് ഈ പണി നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. നല്ല ബോധ്യം നിങ്ങൾക്കുണ്ടാകും. ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കുറച്ചാളുകൾ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിച്ച് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് വീട്ടിലൊക്കെ പേടിപ്പിച്ച് നടത്തി പലതരത്തിലുള്ള ഇടപെടൽ നടത്തി അങ്ങ് വിറപ്പിച്ച് കളയാം എന്നൊന്നും നിങ്ങൾ ആരും കരുതണ്ട. ഞങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സംവിധാനമാണ് ഞങ്ങളെല്ലാവരും, ഡിവൈഎഫ്ഐ അതുപോലുള്ള സംഘടനകളെല്ലാം. ഞങ്ങൾക്കറിയാം ഈ 5 കൊല്ലം എന്താണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തുനിഞ്ഞിറങ്ങി വരുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ എന്ന നല്ല ബോധ്യം ഈ പറയുന്ന വടകര പോലീസിലുള്ള UDFന്റെ അച്ചാരം വാങ്ങി നക്കിത്തുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തെറ്റായ രീതിയിലാണ് പോലീസിന്റെ ഇടപെടലെങ്കിൽ അതിശക്തമായ പ്രതിരോധം ഞങ്ങൾ സൃഷ്ടിക്കും. അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കും. ഇപ്പോ ഷാഫി പറമ്പിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പറയുന്ന വടകര MP-യോട് ബഹുമാന പുരസ്സരം ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ പറയുന്ന ജിതിൻ ഭാസ്കറാണ് കാപ്പിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വിവരം ലഭിച്ചത്? പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ MP അല്ലേ? ബാധ്യതയില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ വെല്ലുവിളിച്ച് ഈ വടകര അങ്ങാടിയിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വെല്ലുവിളിച്ച് പോലീസിനോടും ഷാഫി പറമ്പലിനോടും പാറക്കൽ അബ്ദുള്ളയോടും അതുപോലെ ലീഗുകാരോടും യൂത്ത് ലീഗുകാരോടും വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഒരു സിംഗിൾ പീസ് തെളിവ് ജിതിൻ ഭാസ്കറാണ് നിർമ്മിച്ചതെന്ന് എവിടെയെങ്കിലും സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത് വെല്ലുവിളിയായി നിങ്ങൾ സ്വീകരിച്ച് കോടതി കൊടുക്ക്. നിങ്ങൾ അടിവരയിട്ട് കോടതി കൊടുക്കൂ. ഞങ്ങൾ ഇന്ന് കണ്ടു, റിമാൻഡ് റിപ്പോർട്ടിനകത്ത് ഒരു വരിയില്ല ഈ പറയുന്ന കാപ്പിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ജിതിൻ ഭാസ്കറാണ് ഇത് നിർമ്മിച്ചതെന്നതിന് ഒരു വരി പോലും ഇതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പരാമർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കാപ്പിർ സ്ക്രീൻഷോട്ട് ജിതിൻ ഭാസ്കറാണ് ഉണ്ടാക്കിയതെന്ന് പറയുക? തോന്നിവാസം പറയുകയാണോ നിങ്ങള്? തോന്നിവാസം പറയുകയല്ലേ നിങ്ങള്? ഈ കേരളത്തിനകത്തെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർക്ക്, എന്റെ മുമ്പിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങളുടെ ചാനലാണ് തെറ്റായ പ്രചരണം നടത്തുന്നതെങ്കിൽ അത് അവസാനിപ്പിക്കണം. ജിതിൻ ഭാസ്കർ ഇത് നിർമ്മിച്ചു എന്ന് എവിടെന്നാ നിങ്ങൾക്ക് വിവരം കിട്ടിയത്? നിങ്ങൾ ഏത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്? പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സംവിധാനമാണ്. വെറും ഒരു തൊഴിലല്ല, വെറും ഒരു കൂലി വാങ്ങുന്ന സംവിധാനമല്ല. ജനങ്ങൾക്കിടയിലേക്ക് സത്യങ്ങൾ കൊണ്ടുവരേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകർക്കുണ്ട്. പോലീസ് പറയാതെ, കേരളത്തിനകത്തെ ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും പറയാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ജിതിൻ ഭാസ്കറാണ് ഇത് നിർമ്മിച്ചതെന്ന്? തെറ്റായ കാര്യങ്ങൾ നാട് മുഴുവൻ പ്രചരിപ്പിച്ച് അവരുടെ കുടുംബത്തെയും അതുപോലെ ജിതിൻ ഭാസ്കറിനെയെല്ലാം കരിവാരിത്തേക്കാണ് നിങ്ങളുടെ ലക്ഷ്യം. എത്രയെത്ര സഖാക്കളെ നിങ്ങൾ ഇരയാക്കി കഴിഞ്ഞു. റിബേഷ് മാഷെ നിങ്ങൾ ഒഴിവാക്കിയില്ലേ? ഇനി പുതിയ ആളിലേക്ക് എത്തും. ഇതല്ലേ നിങ്ങൾ സമീപനം സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ വടകര ടൗണിനകത്ത് ഇതുപോലുള്ള ഒരു പ്രതിഷേധം നടത്തി പ്രഖ്യാപിക്കുന്നത്. ഇത്തരത്തിൽ തെറ്റായ രീതി അവലംബിച്ച് അന്വേഷണം നടത്തി പ്രതിയെ ആദ്യം നിങ്ങൾ സ്ഥാപിച്ച് അതിലേക്ക് പിന്നെ അന്വേഷണം കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇത് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. എവിടെ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിയണം, പിടിച്ചെടുക്കാൻ കഴിയണം. ഇപ്പൊ ചെന്നിത്തലയുടെയും സതീശന്റെയും പോലീസ് എന്നൊക്കെ പറഞ്ഞ് വീരവാദിത്വം മുടക്കുന്നില്ലേ? നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ജിതിൻ ഭാസ്കറാണ് ഇതുണ്ടാക്കിയതെന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കേസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവാണ്. ജിതിൻ ഭാസ്കറിന് മറയ്ക്കാനില്ല, അതുകൊണ്ടാണ് ഫോൺ കൊടുത്തത്. ഇനി എങ്ങനെയാ തെളിവ് നശിപ്പിക്കാന്ന് വരിക? ജിതിൻ ഭാസ്കറിന്റെ മേൽ ചുമത്തിയ രണ്ടാമത്തെ കുറ്റം തെളിവ് നശിപ്പിക്കലാണ്. നിങ്ങളുടെ കയ്യിലാണ് ഫോൺ. ജിതിൻ ഭാസ്കറിനോട് ഫോൺ ഹാജരാക്കാൻ പറഞ്ഞു, ഫോൺ കൊടുത്തു. ശാസ്ത്രീയ തെളിവിനിവിടെ നിങ്ങൾ അന്വേഷിക്ക്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഓരോ ഡിവൈഎഫ്ഐക്കാരനും ഒരു LDFന്റെ പ്രവർത്തകരും ഈ കാപ്പിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെടുത്തിയെടുക്കില്ല. 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാര്യം എന്താ അറിയോ?
ഒരാൾക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ LDF-നാണ് ഗുണം കിട്ടുക എന്ന് ഒരുത്തരും പറയില്ല, അരിയാരം കഴിക്കുന്നവർ പറയില്ല. ഇതിന്റെ എല്ലാ ഗുണവും കിട്ടിയിട്ടുള്ളത് ഷാഫി പറമ്പിലാണ്. ഇതിന്റെ എല്ലാ ഗുണവും കിട്ടിയിട്ടുള്ളത് UDF-ലാണ്. ഇതിന്റെ എല്ലാ ഗുണഭോക്താവും നിങ്ങളാണ്. നിങ്ങളുടെ ആലയിൽ നിന്നുണ്ടാക്കിയ ഈ കാപ്പിൻ സ്ക്രീൻഷോട്ട് ഞങ്ങളെ പെടലിക്ക് വെക്കണ്ട. അത് കുറച്ച് മാധ്യമ പ്രവർത്തകരെയും കുറച്ച് SIT-കാരെയും കുറച്ച് പോലീസുകാരെയും എല്ലാം ഉപയോഗിച്ച് ഞങ്ങളെ പെടലിക്ക് വെച്ച് കയറ്റാൻ നോക്കിയാൽ അതൊന്നും സമൂഹം അംഗീകരിക്കില്ല. അതെല്ലാം പുച്ഛിച്ചു തള്ളും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾക്കകത്തും നിതാന്ത ജാഗ്രതയോടെ ഇതിനകത്തുള്ള ഇടപെടൽ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. രാഷ്ട്രീയപരമായും നിയമപരമായും ഈ കേസിനെ നേരിടാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഈ കാപ്പിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന വിഷയം തെളിയിക്കപ്പെടേണ്ടതിന്റെ ഏറ്റവും വലിയ താല്പര്യവും ആഗ്രഹവും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൃത്യതലത്തിൽ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരണം എന്നാണ് DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സ് DYFI സംഘടിപ്പിച്ചത്.